പക്ഷേ ഒരു 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 കാര്യം ചോദിക്കട്ടെ, ഈ ദുർമരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടല്ലോ, അവരുടെ ആത്മാക്കൾ ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും, മറ്റുള്ളവർക്ക് സ്വൈര്യം കൊടുക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഒരു രസമുള്ളൊരു ചോദ്യമാണ്. അതൊരു രസമുള്ള ചോദ്യമാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഒരു ചെറിയൊരു ആവശ്യമായിട്ട് ഒരു വീട് കാണാനായിട്ട് പോയിരുന്നു. ഒത്തിരി സ്ഥലങ്ങളുള്ള ഒരു വലിയ തറവാട്, അതിനോട് ചുറ്റിയൊരു സാധാരണ ഒരു വീട്, എങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ നോക്കാൻ നേരം അത്രയും വലിയ തറവാട്ടിലാരും താമസിക്കുന്നില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി തറവാട്ടിൽ താമസിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഇന്നും രസം എന്താണോ, നമ്മുടെ ആദ്യത്തെ ഫ്രിഡ്ജ് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ആ ഫ്രിഡ്ജ് അവരുടെ വീട്ടിലിരിപ്പുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന കാറിന് വരെ പ്രത്യേകതയുണ്ട്. കാർ അത് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എന്തോ ഇവരുടെ ഫാദർ വാങ്ങി വെച്ചേക്കണം. അത്രയും സമ്പന്ന കുടുംബം. പക്ഷെ ഒരു വലിയൊരു തറവാട്ട് വീടുണ്ടായിട്ടും ആരും അവിടെ താമസിക്കുന്നില്ല. എല്ലാവരും മാറി വേറൊരു 150 മീറ്റർ മാറി വേറൊരു വീട് കെട്ടി താമസിക്കുന്നു. ആ വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്. കാരണം ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, പഴയ പ്രമാണികളായിരുന്നു, എല്ലാമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആ വീട് കണ്ടത്. അപ്പം ഇവരിതിനെപ്പറ്റി പഠിക്കാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാനങ്ങനെ ആ വീട്ടിൽ ചെന്ന് മീൻസ് അടുക്കളയിൽ കൂടി മേളിലേക്ക് നോക്കിയാൽ ആകാശം കാണും എന്ന് പറഞ്ഞാൽ മേൽക്കൂരയൊക്കെ ഒടിഞ്ഞ് ഒരു വീട്. പക്ഷേ ജീവിത സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ഇതിൻ്റെ ഈ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ മറ്റേ ബെൻസിലൊക്കെ നടക്കും. ഇത് ഇത്രയും ഉണ്ടായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതരം ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊരു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ കല്ലൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുന്ന ഒരു വൈകുന്നേര സമയത്താണ് ചെല്ലാൻ നേരം എനിക്ക് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയിൽ ഇങ്ങനെ പറന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു, ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ചാടി ഇറങ്ങി. ആ വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, കണ്ട നിങ്ങൾ വരുന്നത് അത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാ. ഞാൻ അതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് വരാം. അവരുടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ, നമ്മൾ ഈ സാധാരണ പഴയ തറവാട് കഥകളി കേൾക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയെ അതിൻ്റെ അമ്മാവൻ ബലാത്കാരം ചെയ്ത് ഗർഭിണിയാക്കി. ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കാരണവർ അത് ചെയ്തു. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ ആ പെൺകുട്ടിയെ തൊട്ടടുത്തൊരു അവരുടെ തറവാട്ട് മുറ്റത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരം, ഇവിടെ നിന്ന് ഏകദേശം ഒരു ചെറിയ ദൂരത്തിൽ നമ്മൾ നോക്കിയാൽ ആ കുളം കാണാൻ പറ്റും. ഇന്നും കാട് പിടിച്ച് കിടക്കുന്ന ആ കുളത്തിൽ ആ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് അവർ കൊന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ കർമ്മങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് കാലഘട്ടം പോലത്തെ കാലഘട്ടമാണ്. അത്ര പഴക്കമുണ്ട് കേട്ടോ, നല്ല പഴക്കമുള്ള സംഭവം ഇൻസിഡൻ്റ് ആയത്. ഇവരിങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിക്കാണ് ആദ്യം അവിടെ കുളിക്കാനിറങ്ങിയപ്പം ഇവളിങ്ങനെ മുങ്ങി കുളിക്കുന്ന സമയത്ത്, നീന്തി കുളിക്കുന്ന സമയത്ത് ഇവളുടെ ഒപ്പം വേറൊരാളെ ഒരു പെൺകുട്ടി നീന്ത്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ കരക്ക് കയറി. ഇവരിങ്ങനെ ഒരു സ്ത്രീയെ അവിടെ കണ്ടിട്ടില്ല, ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, മോളെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് വാനിഷായി. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ആ കുടുംബത്തിൽ. ഇത് കണ്ട് ഈ കല്യാണം കഴിഞ്ഞ് വന്ന ആ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ അവരെന്തോ ആത്മഹത്യ ചെയ്യുക ചെയ്തത്. പിന്നീട് ആ കുടുംബത്തിലെ സ്ത്രീകളെ ദുരന്തങ്ങൾ വേട്ടയാടാൻ തുടങ്ങി, എല്ലാവരെയും ഓരോരുത്തരായി. കാരണം ഇവളെ മുക്കിക്കൊല്ലുന്നത് കണ്ടത് സ്ത്രീകളാണ്. പക്ഷെ അവരാരും ഈ മെയിൻ ക്യാരക്ടറെ ഭയന്നിട്ട് പുറത്തു പറഞ്ഞില്ല. കാരണം അത്രയ്ക്കും ദുഷ്ടനായ വ്യക്തി. ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് അവരെ പറ്റി ആ നാട്ടിൽ അന്വേഷിച്ചപ്പം എന്താണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞാണ് ഈ ക്രൂരത ചെയ്ത ഈ കാരണവരുണ്ടല്ലോ, ഈ നല്ല സ്ത്രീകളത് കേൾക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ ശരീരത്തിൽ രക്തോട്ടവും തുടിപ്പുകളൊക്കെ ഉള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ
ഇയാൾ അവരുടെ കൃഷിഭൂമിയിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് വീട്ടിലേക്ക് വരാൻ പറയും. വന്നു കഴിഞ്ഞാൽ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവരെ കൊന്നു കളയും. കൊന്നിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ന് അവരുടെ ഇത് തൊടിയിൽ ഏതെങ്കിലും കൃഷി സ്ഥലത്തൊക്കെ താഴ്ത്തുകയാണ് പതിവ്. എനിക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. അപ്പം അവിടുത്തെ ഒരു അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞതാ, ശാപം കിട്ടുന്ന കുടുംബം, കിട്ടിയ കുടുംബമാണ്. അവരുടെ ഏതോ ഒരു വീട്ടില്, അവരുടെ തന്നെ പരിചയത്തിലുള്ള ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ അയാൾ തെങ്ങിൽ കെട്ടിവെച്ചു എന്നാണ് പറയുന്നത്. അത്രയും ക്രൂരനായ മനുഷ്യൻ. അത് എല്ലാം ചെയ്യുന്നത് ഈ കുളത്തെ ചുറ്റിപ്പറ്റി ആണ് ഇത് നടക്കുന്നത്. അപ്പം ആ കുളം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഈ ഇൻസിഡൻറ്റ്, ഈ പ്രോബ്ലം അനുഭവിക്കുന്ന ആ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പം ഇവർക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇവർ കേട്ടിട്ടുണ്ട്, വളരെ ദുഷ്ടനായിരുന്നു ഇവരുടെ ഒരു മുതുകാരണവർ, അദ്ദേഹത്തിനായിരുന്നു ഈ തറവാടിൻ്റെ ചുമതല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ദുഷ്ടത്തനം ചെയ്ത് അവിടെ അടക്കി വാണ ഒരു മനുഷ്യനായിരുന്നു, ഒരു ജന്മി ആയിരുന്നു. അതിൻ്റെ തലമുറകളാണ് ഇവിടെ. പക്ഷേ ഈ പെൺകുട്ടിയെ സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടിയെ ഉപദ്രവിച്ച് കൊന്നതിന് ശേഷം ഇവരുടെ കുടുംബത്തിൽ ദുരിതങ്ങൾ ആരംഭിച്ചു തുടങ്ങി. പലപ്പോഴും ആ സമയത്ത് അവർ കാണാറുണ്ട്, ആ തൊടിയിൽ കൂടെ ഈ പെൺകുട്ടി നടന്നു പോകുന്നതും അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഈ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്ന ഈ തറവാട്ടിലെ ആൺകുട്ടികൾ, മൂത്തയാൾ മുങ്ങി മരിക്കാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് വെള്ളത്തിൽ പിടിച്ച് താഴ്ത്തും, അങ്ങനെ മരിച്ചു പോകുന്നു എന്നാണ് വന്നത്. അങ്ങനെ പിന്നെ കുളത്തിന് ചുറ്റും ഇവർ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനും, അങ്ങനെ ഒരു തന്ത്രിയോ ആരെയോ കൊണ്ടുവന്നിട്ട് ഈ യക്ഷിയെ ആവാഹിച്ച് അവരൊരു മരത്തിൻ്റെ, ഒരു ആൽമരത്തിൻ്റെ അവിടെ പ്രതിഷ്ഠിച്ചു. ഇന്നും അവിടെ ഒരു കൽവിളക്കിരിപ്പുണ്ട്, പകുതി പൊട്ടിയ കൽവിളക്ക്. ഇപ്പോഴും നാട്ടുകാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇപ്പോഴും ആ പറമ്പിൽ കൂടി ഒരു 6 മണി 7 മണി സമയത്തൊക്കെ സഞ്ചരിച്ച് റോഡ് മുറിച്ച് കടന്നു പോകാനായിട്ട് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഏക്കർ കണക്കിന് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് തോന്നും ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും ഇവരെന്തോ ഒരു കൃഷി പോലും ചെയ്യാത്തതെന്ന്. കാരണം ആ കുടുംബത്തിൽ പുരുഷന്മാർക്കെല്ലാം മാനസികമായി അല്പം പ്രശ്നങ്ങളുണ്ടാകും, സ്ത്രീകൾക്ക് വൈകല്യങ്ങളും ജനിക്കുന്ന കുട്ടികളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വന്നു. ഈ യക്ഷിയുടെ ഉപദ്രവം ആ നാട്ടിലെല്ലാവർക്കും, ഈ പെൺകുട്ടിയുടെ ഉപദ്രവം, പലരും കണ്ടത്തിലൊക്കെ പണിയെടുത്തുകൊണ്ട് നിൽക്കാൻ നേരമൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടിയുടെ കരച്ചിൽ പോലെ കേൾക്കും. അതെന്താന്ന് പോയി നോക്കിയാൽ ആ കുളത്തിൻ്റെ അവിടെ നിന്നാണ് നിലവിളി കേൾക്കുക. അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും ആ ചെന്നയാൾ തെന്നി കുളത്തിൽ വീണ് മരിക്കുക. അങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ ആ കുളത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേ പ്രശ്നം വന്നു. ഇപ്പോൾ പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ 1-2 കണ്ണികളുണ്ട് ആ നാട്ടിൽ നിന്ന്. കുടുംബത്തോടെ വേരോടെ പറിച്ച് മാറ്റപ്പെട്ട് പുറത്തു പോയി ആ ചുറ്റുവട്ടത്തു നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു കുടുംബം. അവരാണ് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചത് ഇതൊന്ന് കാണാനായിട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ആ തറവാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ തറവാടിൽ ആരും താമസിക്കാതെ? സാർ, ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല, രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ആളുകൾ ഓടുന്ന, ഈ ഒരു പെൺകുട്ടി ഓടിക്കളിക്കുന്ന ബഹളം നമുക്ക് കേൾക്കാം. ഈ തട്ടുംപുറത്ത് ഈ കാൽപെരുമാറ്റം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നടക്കുമ്പോൾ കറന്ന് പറഞ്ഞ് ഈ തട്ടമരുന്ന ഒച്ച, ഇതെല്ലാം കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, എങ്കിലും നിങ്ങൾ അതിനൊക്കെ പരിഹാരക്രിയ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ഈ യക്ഷിയെ കൊണ്ടുവന്നിട്ട് ഈ മരത്തിൽ അവർ തളച്ചിട്ട് അതിൻ്റെ എന്തോ ഒരു സാധനം ഈ തറവാടിൻ്റെ അറയ്ക്കകത്താണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ തറവാട് മൊത്തം മാന്ത്രികന്മാർ പൂട്ടി ചെങ്ങലയിട്ട് പൂട്ടി. എന്നിട്ട് ആരും ഇതിൽ താമസിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കുടുംബം. അതിനുശേഷം ഞങ്ങൾക്ക് കുഴപ്പങ്ങളില്ല, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. എല്ലാവരും കാണുന്നത് ഈ ഒരു മരിച്ച പെൺകുട്ടിയെ. ഇതിനു മുമ്പ് ഇയാൾ ഒത്തിരി പേരെ ആ നാട്ടിൽ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ജന്മിമാരാണല്ലോ, ആർക്കും ഒന്നും ചോദിക്കാനില്ല. കല്യാണം കഴിഞ്ഞ് ഇയാളുടെ നാട്ടിൽ അവരുടെ ആ ചുറ്റുവട്ടത്ത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ വ്യക്തിക്ക് കാഴ്ചവെക്കണം എന്നാണ് ആ നാട്ടിലെ അടിയാക്കളുടെ ഇടയിലുള്ള പ്രമാണം തന്നെ. ഇദ്ദേഹം മരിച്ചത് തന്നെ വളരെ രസകരമായിട്ടായിരുന്നു. ഇത്രയും ദുഷ്ടനായ മനുഷ്യൻ സ്വന്തമായി കുഴിയെടുത്ത്
ആ കുഴിക്കകത്ത് ഇറങ്ങി കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം പിടിപെട്ടിട്ട് ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇയാളെ ഓടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഓടിച്ച സമയത്ത് ഇയാൾ എവിടെയോ തെന്നി വീണ് ആ വീഴ്ചയിൽ എല്ല് പൊട്ടി, എവിടെയോ കുത്തിക്കേറി. പിന്നെ അത് അന്നത്തെ കാലത്ത് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും കുറവാണ്, വൈദ്യന്മാരായിരുന്നു. ചില വൈദ്യന്മാർ ഇയാളെ ചികിത്സിക്കാൻ തന്നെ മടിച്ചു, കാരണം അത്ര ദ്രോഹിയാണ്, അതുകൊണ്ട് അവർ ചെയ്തില്ല. അങ്ങനെ ഇരുന്ന് ഇദ്ദേഹം ഇൻഫെക്ഷനായിട്ട് ശരീരഭാഗങ്ങൾ കാലൊക്കെ പഴുത്ത് അളിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം സ്വന്തമായി മണ്ണ് മാന്തി കുഴി വെട്ടി, ആ കുഴിയിൽ വാഴയില വെട്ടി അതിനകത്ത് ഇറങ്ങിക്കിടന്ന് മരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യം എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ പറയുന്ന ഈ ദുർമരണപ്പെട്ട ഈ പെൺകുട്ടിയുടെ ആത്മാവിനെ പറ്റി ആ നാട്ടിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ രാത്രി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ നിങ്ങളുടെ തറവാടിൻ്റെ വരാന്തയിൽ ഞങ്ങൾ വിശ്രമിച്ചോളാം എന്ന് പറയാം. രാത്രിയായപ്പോൾ നമ്മുടെ മറ്റേ മണിച്ചിത്രത്താഴിലൊക്കെ കേൾക്കുന്ന പോലെ ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം, പിന്നെ തട്ടിൻ്റെ പുറത്ത് ആരോ നടക്കുന്ന ഒരു ഫീല്, ഇതെല്ലാം ഞങ്ങളും കേൾക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ടോർച്ചൊക്കെ എടുത്ത് ചുറ്റും നടന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ അങ്ങനെ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പം ചിലപ്പോൾ വരികയൊക്കെ ഉണ്ടെങ്കിൽ, വണ്ണം കൂടിയ വരികയൊക്കെ ആണെങ്കിൽ വെയിറ്റ് അങ്ങനെ, പിന്നെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടം, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഞങ്ങളെ ഏറ്റവും രസിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പുറത്തൂടി എന്തോ ഒരു സാധനം ചവിട്ടി കടന്നു പോയി. ഫീൽ ചെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ നിലവിളിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. അയാൾ കണ്ടു ആ പടി, ഇത് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗോവണി വഴി കയറി ഒരു പെണ്ണ് മേളിലേക്ക് പോകുന്നത് അയാൾ കണ്ടു. പക്ഷെ രസം തോന്നാം, അവിടെ അങ്ങനത്തെ ഒരു ഗോവണിയില്ല. ആ ഗോവണിയുടെ ഫ്രണ്ട് വാതില, അത് അടച്ചിട്ടേക്കുക. പക്ഷെ അതിന്റെ ബാക്കിൽ ഗോവണിയുണ്ട്. അത് തുറന്ന് ഇതിൽ കൂടെ ഒരു സ്ത്രീ കയറി പോകുന്ന പോലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രാമം ഉണ്ടാക്കിയ കഥയായിരിക്കാം. പറഞ്ഞു ആൾക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്തു അതൊരു നല്ലൊരു ചോദ്യമാണ്. ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഈ കഥകളൊക്കെ കേൾക്കാനിടയായി, ഈ നാട്ടുകാർ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഒരു പക്ഷേ ഈ വ്യക്തി ഉറങ്ങിക്കിടന്നപ്പോൾ തോന്നിയ ഹാലുസിനേറ്റ് ഫീൽ ആയിരിക്കാം. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹത്ത് ചവിട്ടിയതുപോലെ തോന്നി എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആ വീടിൻ്റെ ആംബിയൻസ് അനുസരിച്ച് ഇവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ ഞങ്ങളെ എല്ലാവരെയും സ്ലീപ്പ് പാരലിസിസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശക്തി ആ വീടിനുണ്ടാകാം. ഒരു വീടിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്സുകൾ, നമ്മൾ ജനലിൻ്റെ ഇത്, കാറ്റ് വരുന്ന ദിശ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. അങ്ങനെയൊക്കെ വാസ്തുവല്ല, ഇതെല്ലാം നമ്മൾ സ്വാധീനിക്കും, ശാരീരികമായും മാനസികമായൊക്കെ നമ്മൾ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഞങ്ങൾ പിന്നെ ഇത്രയും യാത്ര കഴിഞ്ഞ് ചെന്നതുകൊണ്ടും ഞങ്ങളുടെ ഉറക്കത്തിൽ എല്ലാവരും സ്ലീപ്പ് പാരലൈസിസിലായതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ചോദിക്കും, ഒരു ഗ്രൂപ്പിന് മൊത്തം ഇങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും. ഒരു ഗ്രൂപ്പിന് മൊത്തം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. സഞ്ചരിക്കുന്ന 1-2 പേർക്കൊഴികെ ചിലപ്പോൾ എല്ലാവർക്കും ഇത് സംഭവിച്ചേക്കാം, ചിലപ്പോൾ ഒരാൾക്ക് മാത്രം സംഭവിച്ചേക്കാം. അങ്ങനൊരു സംഭവം ഇപ്പോൾ ഇത് ഞങ്ങളുടെ നെഞ്ചത്തൂടി ചവിട്ടിപ്പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ചവിട്ടിപ്പോയ ഒരു ഫീല്, അത് ചിലപ്പോൾ ഈ സ്ലീപ്പ് പാരലിസിസിൽ ഞങ്ങൾക്ക് തോന്നിയതായിരിക്കും. ഇച്ചിരി കഴിഞ്ഞ് ഞങ്ങൾ ബോധം വരുമ്പോൾ മറ്റോൻ ബായെന്ന് നിലവിളിക്കുന്നത് ഞങ്ങൾ കാണും. ഇത്രയും സംഭവം ഉണ്ടായി. അപ്പം ഈ പ്രേതകഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഈ കഥകൾക്ക് ഇച്ചിരി സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്തു? പിറ്റേ ദിവസം ആ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ ഇതേപോലെ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടുത്തെ അവതരിപ്പിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ പറയില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കി പ്രസവം എടുക്കുന്ന നാടാണ്, മനസ്സിലായോ? ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളും അത് ചെയ്യും. ചിലപ്പോൾ ആ വീട്ടിലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി വേറെ ആയിരിക്കും, അയാൾ രോഗം മൂർച്ഛിച്ച് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് മാറും. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്തരം പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ കൺസൾട്ട് ചെയ്യുക. ഞങ്ങൾ പ്രേതമില്ല ഭൂതമില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത്രയും കാര്യം ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് ആദ്യം ഉണ്ടായത്. ഇന്ന് രാവിലെ ഞാൻ നോക്കാൻ നേരമുണ്ട്, കൗമുദിയുടെ വാർത്തയിൽ കിടക്കുന്ന മുട്ടയല്ല കോഴിയാണ് ഉണ്ടായതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ പ്രേതമില്ല ഭൂതമില്ല എന്നൊന്നും, ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനത്തെ എനർജി ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞങ്ങൾക്ക് കുറേ എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് തരാൻ കഴിയും. അത് ഞങ്ങൾ ലൈവിൽ മാത്രമേ ഞങ്ങളത് സംസാരിക്കാറുള്ളൂ. കാരണം ആ ലൈവിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കുന്നതും മറ്റു ആൾക്കാരാണ്. ഞങ്ങൾക്ക് റൂമേഴ്സ് പറഞ്ഞു പരത്താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സൊല്യൂഷൻ പറയാത്തത്. ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇതിന് അവിടെ ചെയ്ത സൊല്യൂഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ആർക്കെങ്കിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളിത് ചെയ്യും. ചിലപ്പോൾ അത് യഥാർത്ഥത്തിൽ സൈക്കാട്രിക് ഡിസോർഡർ ആയിരിക്കും. ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ള അവസരം നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ 2-3 ദിവസം അവിടെ താമസിച്ച് ആ വീടിനെ കുറിച്ച് പഠിച്ചു. ഇന്നും ആ തറവാട് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം. എൻ്റെ അറിവിൽ അടുത്തൊന്നും പൊളിച്ചതായിട്ട് എനിക്ക് അറിവില്ല. കാരണം ആ വീട്ടിൽ നിന്ന് വിളിക്കുന്നവർ പല കാര്യങ്ങളും പറഞ്ഞ് വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല അവർ പൊളിച്ചതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അത് അവിടെ ഉണ്ടാവും.
ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് 100-150 മീറ്ററോളം വേണം മെയിൻ ഗേറ്റ് കടക്കാൻ. അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരം 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വീടുകളിൽ ചെയ്തു, ആ വീട്ടിൽ ചുറ്റും ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ആ മനോഹരമായൊരു വീട്, കാരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എനിക്ക് ആ മരിച്ചുപോയ ആ പെൺകുട്ടിയോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു സഹതാപം. ഒത്തിരി സ്വപ്നങ്ങളായിട്ടായിരിക്കും അവൾ കെണിയിൽപ്പെട്ടിട്ടുണ്ടാവുക, അവൾ മരണപ്പെട്ടു പോയോ. പിന്നെ അവിടെ ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന മറ്റാത്മാക്കളോടൊക്കെ എനിക്കൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, കാരണം നമ്മൾ ആത്മാക്കളെ കുറിച്ച് പഠിക്കുന്ന ആളാണല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ആ വീടിൻ്റെ 3ാമത്തെ നില, അതിൻ്റെ ജനലിൽ കൂടെ ഒരു പെൺകുട്ടി നോക്കി നിൽക്കുക. ഇനി ഞാനത് ആരെടുത്തും ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആരെടുത്തും ഞാൻ വേണ്ടിയില്ല. ഞങ്ങൾ തിരിച്ച് അടിവാരം ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ വണ്ടിയിലിരുന്നവരടുത്ത് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഫീൽ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മാത്രമല്ല, തിരിഞ്ഞു നോക്കി എല്ലാവരും കണ്ടു. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.